ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ കൊമേഴ്സിൽ MDC ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സേവിങ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, എമർജൻസി സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നാൽ അത് ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ നീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ഗോൾസ്, നമുക്ക് കുറേ ലോങ് ടൈം ഫ്യൂച്ചറിൽ നമുക്ക് ഇത്രത്തോളം വെൽത്ത് വേണം, സമ്പാദ്യം വേണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മാറ്റിവെക്കുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. സേവിങ്സിൽ നോക്കുന്ന സമയത്ത് റിസ്ക് കുറവാണ്, ലോ റിസ്ക്കേ അവിടെ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ അവിടെ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്ന എമൗണ്ട്, ആ ഒരു മണി എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെയല്ല, ഹൈലി റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്കാണ്, ലോങ് ടൈം ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ മണിയുടെ വാല്യൂവിൽ ഫ്ലക്ച്വേഷൻസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഈ രണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ്. ഇപ്പോൾ സേവിങ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും, വളരെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വളരെ സ്ലോലി ആയിട്ടുള്ളൊരു ഗ്രോത്ത് മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. നമുക്കപ്പോൾ ഒരുപാട് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല, ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമായിരിക്കും നമുക്ക് സേവിങ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഹയർ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഹയർ റിട്ടേൺസ് നമുക്ക് കിട്ടും. ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് വരികയാണെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ സേവിങ്സ് എന്താണോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്കായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഹൈലി ലിക്വിഡാണ്. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സേവിങ്സിനെ കമ്പയർ ചെയ്യുമ്പം ലിക്വിഡിറ്റി അതിന് കുറവാണ്. അതായത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം അവിടെ കൂടുതൽ എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് കുറവാണ്. കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. അതായത് സേവിങ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പീരീഡിലേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ടാണ് സേവിങ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലോങ് ടേമിലേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സെക്യൂരിറ്റിയാണ്. സേവിങ്സിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡാണ്. സേവിങ്സ് ഹൈലി സെക്യൂർഡാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ ഈ സേവിങ്സിന് മേലെ ഇൻഷുറൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ് തന്നെ നമുക്കൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈലി സെക്യൂർ ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, അത് സെക്യൂരിറ്റി കുറവുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മണിയുടെ വാല്യൂവിൽ ചേഞ്ചസ് വരാം. അതായത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് വാല്യൂവിൽ ചേഞ്ച് സംഭവിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഇനി ഈ സേവിങ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ള ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സേവിങ്സിന് എക്സാമ്പിളാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചെടുത്ത് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക, ബോണ്ട് പർച്ചേസ് ചെയ്യുക, ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക, അതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് നടത്തുക, ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.